ഹലോ മക്കളെ, അപ്പോൾ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പലർക്കും ഉള്ള ഡൗട്ടായിരിക്കും അല്ലേ, ഈ വർഷം എത്ര മണിക്കൂർ പഠിക്കണം, അല്ലെങ്കിൽ എത്ര മണിക്കൂർ പഠിച്ചാലാണ് എനിക്ക് നല്ല മാർക്കിൽ എത്താൻ പറ്റുക? 90 എൻ്റെ അപ്പോൾ എത്ര മാർക്ക്, എത്ര ടൈം ഇരുന്ന് പഠിച്ചാൽ എനിക്ക് കിട്ടും അല്ലേ? പലർക്കും ഉള്ള ഡൗട്ടാണ്. റെഡി? അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു കാര്യം ഒന്ന് കൃത്യമായി നോക്കാം. റെഡി? അപ്പോൾ നമുക്ക് 1 hour 2 hour 3 hour ഓക്കെ, ഇനിയിപ്പോൾ അതിൽ കൂടാം അല്ലേ, 4 hour ഓക്കെ, 4 hour ആവാം, 5 hour ആവാം, എത്ര വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര മണിക്കൂർ മക്കൾ ഇരുന്ന് പഠിക്കണം? നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ അതിന് അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എത്ര മണിക്കൂർ നമ്മൾ ഇരുന്ന് പഠിക്കണം എന്നുള്ളത്. റെഡി? അത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ നമുക്ക് മറ്റൊന്ന് ചെയ്യാം. എന്ത് ചെയ്യാൻ പറ്റും? ശ്രദ്ധിച്ചോ. യെസ്, മക്കൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. ഇതിലൊരു ടൈം, ഇപ്പോൾ 1 hour ആവാം, 2 hour ആവാം, 3 hour ആവാം, എത്ര വേണമെങ്കിലും നിങ്ങൾക്കൊരു ടൈം ചൂസ് ചെയ്യാം ഇതിൽ. കാരണം ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടൈമാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇതിൽ ഏതെങ്കിലും ഒരു ഹവർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ 2 hour അത് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. അത് ചൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ നിങ്ങൾക്ക് ടൈം അവൈലബിൾ ആവും എന്ന് നോക്കിക്കൊണ്ട് ആ ടൈം യൂസ് ചെയ്യാം. ഓക്കെ, അത് ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്തിട്ട് കൃത്യമായി നമ്മൾ പഠിക്കുക. നമുക്കറിയാം ഈ വർഷം നമ്മൾക്ക് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ വർഷം മുന്നോട്ട് പോകേണ്ടത്. ഓരോ എക്സാം ആകുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെ നമ്മൾ സിലബസ് വൈസ് നമ്മൾ എന്തൊക്കെ പഠിക്കാനുണ്ട്, എത്ര നമ്മൾ കവർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഓരോന്നും പഠിക്കാൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ വ്യക്തമായി ബാച്ച് ഓറിയന്റേഷനിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ ക്ലാസ്സുകളിലും നമ്മൾ പറയുന്ന കാര്യമാണ്. അപ്പൊ അത് നമുക്കൊക്കെ അറിയാലോ. റെഡി? അപ്പം നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ടൈമിൽ, ഇപ്പൊ 2 hour ആണെങ്കിൽ ഓക്കെ, 2 മണിക്കൂറിൽ നിങ്ങൾക്ക് അത് കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ആ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഓക്കെ, ഇന്ന ഒരു എക്സാം ആവുമ്പോഴേക്കും നമ്മൾ പറഞ്ഞിട്ടുള്ള കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള, അതാണ് നമ്മളെ കൃത്യമായിട്ടുള്ള റൂട്ട്, അതില്ല നിങ്ങൾ പോകേണ്ടത്. ആ റൂട്ടിൽ നിങ്ങൾക്ക് പോകാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അത് കഴിയുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്ത ടൈം അത് കറക്റ്റ് ആണ്. നിങ്ങൾക്ക് ഒരു ചേഞ്ച് വരുത്തണം, നിങ്ങൾക്ക് അത് തന്നെ ഫോളോ ചെയ്താൽ മതി. റെഡി? ഓക്കെ, ഇനി നിങ്ങൾക്ക് അത് കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, യെസ്, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ടൈം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. 2 hour നിങ്ങൾ ചൂസ് ചെയ്ത് 3 hourലേക്ക് മാറ്റണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. റെഡി? അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ, അതായത് നമുക്ക് ഓരോരുത്തർക്കും ഒരു കാര്യം പഠിക്കുക എന്ന് പറഞ്ഞാൽ പല ടൈമുകളായിരിക്കും അല്ലെ. ഒരാൾക്കൊരു കാര്യം പഠിച്ചെടുക്കുക, അതിൽ നന്നായിട്ട് സെറ്റ് ആവാൻ പലർക്കും പല ടൈമായിരിക്കും അല്ലെ. ഇപ്പോൾ ഒരു ഫുട്ബോൾ നമ്മൾ ഒരുപാട് പേർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ട്രെയിനിങ് ടൈം കൊണ്ട് പലരും ആ ഒരു കാര്യം അല്ലെങ്കിൽ ഫുട്ബോൾ പഠിക്കുന്നത് പല ടൈപ്പിലായിരിക്കും. റെഡി? അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ഓരോരുത്തർക്കും ഓരോ കാര്യം പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് ഓരോരുത്തരെയും സംബന്ധിച്ച് അത് വ്യത്യസ്തമായിരിക്കും. റെഡി? അത് തന്നെയാണ് പഠിപ്പിന്റെ കാര്യത്തിൽ നമുക്ക് പറയേണ്ടത്. ചില ആളുകൾക്ക് കുറച്ച് സമയം കൊണ്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടാവും. യെസ്, അപ്പോൾ അവർക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ മതിയാവും. മറ്റ് ചിലർക്ക് 2 മണിക്കൂർ അല്ല, ഒരു 3-4 മണിക്കൂർ ഇരുന്ന് പഠിച്ചാൽ മാത്രമേ ചിലപ്പോൾ സെറ്റായിട്ട് ആ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാകുന്നുണ്ടാവും. സോ അവർ ആ ടൈം ചൂസ് ചെയ്യാം. സോ അത് നിങ്ങൾക്ക് ഏത് ടൈം വേണം എന്നുള്ളത് ഒരിക്കലും നമ്മൾ ഇത്രയും മണിക്കൂർ ഇരുന്ന് പഠിക്കുക എന്നല്ല തീരുമാനിക്കേണ്ടത്. നമ്മളത് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ്. സോ അത് സ്വയം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടൈം ചൂസ് ചെയ്ത് ഇരുന്ന് പഠിച്ചു നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാവും, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും, യെസ്, എത്രത്തോളം ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഞാൻ പിന്നോട്ടാണ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ചൂസ് ചെയ്ത് ആ ടൈമിൽ ചേഞ്ച് വരുത്തുക എന്നതാണ്. ഇതാദ്യം തന്നെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്കറിയാം എക്സാമുകളൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ ആ ട്രാക്കിൽ നിങ്ങൾ എത്തണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മക്കൾ നന്നായിട്ട് തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, ഫോളോ ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി നമുക്ക് പഠിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒരു എക്സാം ടൈമൊക്കെ ആകുമ്പോഴേക്കും ഒരിക്കലും നമുക്ക് എന്താവാൻ പാടില്ല, ഒരു കാര്യത്തിലും നമ്മൾ ബുദ്ധിമുട്ടാവാൻ പാടില്ല. സോ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ സെറ്റ് ചെയ്ത് പോവുക. ഓക്കെ, യെസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. +1 നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം, അടിപൊളിയായിട്ട് നല്ല മാർക്ക് വേണം എല്ലാവർക്കും. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.